ഒരു ജിന്നി സ്റ്റോറി പറഞ്ഞുതരാം. ഈ കഥ നടക്കുന്നത് 2025 നോമ്പിനാണ്. ഈ കഥയിലെ ക്യാരക്ടറിനെ നമുക്ക് അനു എന്ന് വിളിക്കാം. അനുവിന്റെ വീട്ടില് അനുവിന്റെ ഉപ്പയും ഉമ്മയും പിന്നെ ഹസ്ബൻഡാണ് ഉള്ളത്. ഒരു മുസ്ലിം ഫാമിലിയാണ് കേട്ടോ. ഈ അനുവിന്റെ ഫാമിലി മുന്നേ നിന്നിട്ടുള്ള വീട് മാറി പുതിയ വീട്ടിലേക്ക് പോകുന്ന ടൈമിലാണ് നമ്മളെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നോമ്പിനാണ്. നോമ്പിന്റെ ലാസ്റ്റിലേക്കാണ് ഇവർ ഈ വീട്ടിലേക്ക് മാറി വരുന്നത്. ഈ വീടുള്ള ഏരിയ എങ്ങനെയാന്നുള്ളതെന്ന് പറഞ്ഞുതരാം. ഈ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ കുറച്ച് ആൾതാമസം ഇല്ലാത്ത കുറെ കാലമായിട്ട് ആരും യൂസ് ചെയ്യാത്ത ഒരു വീടുണ്ട്. ആൻഡ് ഇവർ എടുത്തിട്ടുള്ള ഈ വീട് ഇവരുടെ തന്നെ റിലേറ്റീവ്സ് മുന്നേ നിന്നിട്ടുള്ള വീടാണ്. ആ വീട്ടിലെ ഉപ്പ സ്ട്രോക്ക് വന്ന് മരിച്ചപ്പോ അവര് പിന്നെ വീട് മാറിപ്പോയതാണ്. ആ വീട്ടിലാണ് അവരിപ്പോ നിൽക്കുന്നത് കേട്ടോ. ആൻഡ് ഈ വീടിന്റെ റൈറ്റ് സൈഡിൽ ഒരു വീടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു 3-4 വീട് അടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു വില്ല പോലെ കുറെ വീട് ഒരുമിച്ചുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവർ ഈ വീട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ, അതായത് ഈ വീടാളുള്ള വില്ല പോലത്തെ ഏരിയ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് കുറെ കഥകൾ നാട്ടിലുണ്ട്. അതായത് പണ്ട് അവിടെ ഒരു കോവിലായിരുന്നു, അത് പൊളിച്ചു മാറ്റിയിട്ട് ആരൊക്കെ വീട് വെച്ചതാണ്. പണ്ട് ഇവിടെ നിന്നോര് അങ്ങനെ വീട് വെച്ച് തുടങ്ങിയതാണ്. അങ്ങനെ അവിടുന്ന് ആരൊക്കെ എന്തിനൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഥകളൊക്കെ നാട്ടിലുണ്ട്. അതായത് പഴയ ആൾക്കാർ പറയുന്ന ഫോക്ലോ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. പഴയ ആൾക്കാർ ഇങ്ങനെ പറയും അവിടേക്ക് പോവരുത്, ആ ഏരിയ നന്നല്ല എന്ന് പറയുമല്ലോ. അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പക്ഷേ ഈ അനുവിന്റെ വാപ്പക്കാന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും ഇവരുടെ തന്നെ റിലേറ്റീവ്സ് ആണല്ലോ മുന്നേ വീട്ടിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വല്ലാണ്ട് ഇവർ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീട്. നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നോമ്പിനാണ്. നോമ്പിന്റെ ലാസ്റ്റ് ടൈമിലേക്കാണ് ഇവർ ഈ വീട്ടിലേക്ക് മാറി വരുന്നത്. അങ്ങനെ ഇവർ വന്ന ദിവസം അത്തായം കഴിക്കാൻ വേണ്ടി എണീച്ചു. ഒരു 4:30 ആ ടൈം ആയപ്പോ എണീച്ച് അത്തായൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അനു കിടന്ന് അനുവിന്റെ ഹസ്ബൻഡ് പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുകയാണ്. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും ടൈം. ആ ടൈമിൽ ഇപ്പൊ നമുക്ക് നോമ്പിനൊക്കെ എണീക്കുന്നവർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ആ ഒരു ടൈമിൽ എണീക്കാന്നുണ്ടെങ്കിൽ മനസ്സിലാവും പകുതി നമ്മൾ ഉറക്കത്തിലായിരിക്കും. ആരെയും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലൊക്കെ നമ്മൾ ജസ്റ്റ് അങ്ങ് മൂളി കൊടുക്കുന്ന കാര്യം. അങ്ങനെ ഇവള് കിടന്ന് ഉറങ്ങുന്നതിന്റെ ഇടക്ക് ഹസ്ബൻഡ് ഞാൻ പള്ളിയിൽ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് റൂമിൽ നിന്ന് പോകുന്നതൊക്കെ ഇവള് ജസ്റ്റ് ഇങ്ങനെ അറിയുന്നുണ്ട്. അങ്ങനെ ഇവള് അവിടെ കിടന്ന് ഉറങ്ങുന്നതിന്റെ ഇടക്ക് ഇവിടെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. റൂമിൽ ഹസ്ബൻഡിന്റെ രൂപത്തിൽ തന്നെ ആരോ ഒരാൾ വരുന്നുണ്ട്. ലൈക്ക് ഹസ്ബൻഡ് തന്നെ വരുന്നുണ്ട്. പക്ഷെ ഡ്രസ്സിംഗ് ഒന്നും ഹസ്ബൻഡിന്റെ പോലെ അല്ല കേട്ടോ. അതായത് ഈ അറബികളൊക്കെ ഇടുന്ന ഒരു വെള്ള ഡ്രസ്സില്ലേ, ഈ അബായ പോലത്തെ നീലത്തിൽ വരുന്ന ഒരു ഡ്രസ്സ്, അതാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ആള് വന്നിട്ട് ഇവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ബെഡിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. കൂളായിട്ട് തന്നെ കേട്ടോ സംസാരിക്കുന്നത്. വേഗം വാ, ഞാൻ നിന്നെ കൂട്ടാൻ വന്നത്, വേഗം വാവേ നമുക്കിപ്പോ പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇവള് പറയുന്നുണ്ട് ഞാനില്ല, ഞാൻ വരൂല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ എന്തോ തല്ല് പോലെ ആവുന്നുണ്ട്, ഒരു കോൺഫ്ലിക്ട് പോലെ ആവുന്നുണ്ട്. ഇയാളെ ഈ ബെഡ്ഷീറ്റ് എല്ലാം എടുത്തിനാണ്ട് വലിച്ചെറിയുന്നൊക്കെ ഉണ്ട്. ഇവളിങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയതും ഇയാളുടെ രൂപം മാറുക, ഇയാളുടെ മുഖത്താകെ ദേഷ്യമൊക്കെ വന്നിട്ട് ഇയാളെ പെട്ടെന്ന് ഇവരുടെ കൈത്ത് കയറി അങ്ങ് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ സഫക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇവളാക്ക് കൂക്കി ആർത്തിനാണ്ട് ഇയാളെ തട്ടിയിട്ടിനാണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുക. ഇറങ്ങി ഓടിയപ്പോഴാണ് ഇവര് ശ്രദ്ധിക്കുന്നത് റൂമിലെ ലൈറ്റ് ഇല്ല. റൂമിൽ പൊതുവെ ഒരു ലാമ്പ് ലൈറ്റ് ഉണ്ട്, അത് ഓഫ് ആക്കലേ ഇല്ല. അതായത് രാത്രി ടൈം ആണെന്നുണ്ടെങ്കിലും ഇയാൾ നിസ്കരിക്കാൻ പോകുന്നുണ്ടെങ്കിലൊക്കെ അത് ഓൺ ആക്കിയിട്ടിട്ടാണ് പോലെ.